കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മൂന്നാമത് തെരഞ്ഞെടുപ്പ് 77.68%. ഞെട്ടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശതമാന കണക്കുകൾ ഇഴകീറി പരിശോധിക്കുകയാണ് ഇപ്പോൾ മുന്നണികൾ. ഇന്നലെ വരെയുള്ള കണക്കുകൂട്ടലുകൾ അപ്പാടെ മാറി പരിഭ്രമങ്ങൾക്കും പുതിയ ചിന്തകൾക്കും വഴിവെക്കുന്നതാണ് ഈ ശതമാന കണക്ക്. കോൺഗ്രസും BJPയും ഒപ്പം CPM ഒക്കെ തങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇഴകീറി പരിശോധിക്കുവാൻ പൊതുജനങ്ങളും റെഡിയായി. ഇത് ജനങ്ങൾ രാജാക്കന്മാരായ തെരഞ്ഞെടുപ്പാണ്. തങ്ങൾ കഴുതകളല്ല എന്ന് ഒരിക്കൽ കൂടി പൊതുജനം തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്, ഉറച്ച തീരുമാനമുണ്ട്. കൗണ്ടിംഗ് ഡേയിൽ തെളിയുന്നത് ഈ കാഴ്ചപ്പാടാണ്, ജനങ്ങളുടെ ഈ വിലയിരുത്തലാണ്. ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയാകേണ്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരുന്നു. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ LDFും UDFും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചിരുന്നതെങ്കിൽ ഇക്കുറി NDAയുടെ തിളങ്ങുന്ന പ്രകടനത്തിനും സാക്ഷ്യം വഹിച്ചു കേരളം. ഇവിടെ ശ്രദ്ധേയമായ ചില വസ്തുതകളുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ NDA മുന്നോട്ട് വെച്ചത് ശബരിമല വിഷയം തന്നെയായിരുന്നു, ശബരിമല വിഷയം മാത്രമായിരുന്നു. അതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളാണ് NDA രൂപം നൽകിയത്. എതിർവശത്തുള്ള UDFും മുഖ്യമായും മുൻഗണന കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു. ആ തന്ത്രങ്ങളിൽ ഏറ്റവും മികച്ചു നിന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളായിരുന്നു. കൂടെ അക്രമ രാഷ്ട്രീയവും. CPM ഭരിച്ചാൽ കേരളം അക്രമികളുടെ വിളഭൂമിയാകുമെന്ന് UDF പ്രചരിപ്പിച്ചു. അതിനവർക്ക് ഉപോത്ബകമായ നിരവധി തെളിവുകൾ നിരത്തുവാനുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കാസർഗോഡ് പെരിയയിൽ നടന്ന ഇരട്ട കൊലപാതകം അടിവരയിടുന്നതും ഈ കലാപന്തരീക്ഷം തന്നെയായിരുന്നു. ത്രികോണ മത്സരം നടക്കാത്ത വടക്കൻ മലബാറിലെ UDF മുന്നേറ്റത്തിന് കാരണവും ഈ പിണറായി വിരുദ്ധതയും സർക്കാർ വിരുദ്ധതയും തന്നെയായിരുന്നു. ഇവിടെ നിഴലിച്ചത് മോദിക്കെതിരെയുള്ള ഒരു പ്രചരണമായിരുന്നില്ല, മറിച്ച് LDF സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയുമുള്ള UDFിൻ്റെ കൃത്യമായ ടാർഗറ്റ് തന്നെയാണ് വിജയിച്ചത്. UDFിനെ പരോക്ഷമായിട്ടെങ്കിലും സഹായിക്കുന്നതായിരുന്നു NDAയുടെ പ്രചരണവും. NDA ലക്ഷ്യമിട്ടത് മണ്ഡലകാലത്തിലെ അനിഷ്ട സംഭവങ്ങൾ തന്നെയായിരുന്നു, ശബരിമല വിഷയം തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും വിശ്വാസികളെ നേരിട്ട രീതിയും പരസ്യമായി ചർച്ച ചെയ്തില്ലെങ്കിലും രഹസ്യമായ എല്ലാ കുടുംബയോഗങ്ങളിലും ചർച്ചയാക്കി NDAയും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിൻ്റെ ഗുണഭോക്താവായി മാറുകയായിരുന്നു UDFും. LDFും UDFും നേർക്കുനേർ പോരാട്ടം നടന്ന കണ്ണൂരിലെ 83.05% പോളിംഗ് നില ഏവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടത് തന്നെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി പത്തനംതിട്ടയിലെ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനയാണ് ഉണ്ടായത്. 8.18% പേരാണ് ഇത്തവണ അവിടെ വോട്ട് ചെയ്യാനെത്തിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വടക്കൻ ജില്ലകളിൽ നടന്ന കനത്ത പോളിംഗ് വിശദമായി പരിശോധിക്കേണ്ടത് തന്നെ. കോഴിക്കോട്, വടകര, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 80%-ലേറെ പേർ വോട്ട് ചെയ്യാനെത്തി. UDFും LDFും നേർക്കുനേർ പോരാടുന്ന ഈ മണ്ഡലങ്ങളിൽ അതിശക്തമായ ഈ പോളിംഗ് നില വെളിവാക്കുന്നത് സർക്കാർ വിരുദ്ധത തന്നെയെന്നാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന കണ്ണൂർ ഇതിനൊരു ഉദാഹരണമായി അവർ പറയുന്നു. പോളിംഗ് ശതമാനം കൂടിയത് അനുകൂല വിധിയെഴുത്താണെന്ന് 3 മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിലും മോദി പിണറായി വിരുദ്ധ വികാരവും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഏറെ ഈ തരംഗത്തിന് കാരണം. ഇത് തന്നെയാണ് UDF വിലയിരുത്തുന്നതും. മതേതര മനസ്സുകളുടെ വികാരമാണ് വോട്ടായി മാറിയതെന്ന് LDF പറയുന്നു. തെക്കൻ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ശബരിമല പ്രശ്നത്തിലുള്ള ജനവികാരം അനുകൂലമാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് NDA ഇപ്പോഴും. ത്രികോണ മത്സരമില്ലാത്ത വടക്കൻ കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടന്ന ശക്തമായ മത്സരങ്ങൾ UDFിന് അനുകൂലമാണ് എന്ന് AK ആന്റണി പറയുന്നത് ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. ഇതിൽ ചില വസ്തുതകളുണ്ട് എന്നതാണ് വ്യക്തം. ശബരിമല വിഷയത്തിൽ പിണറായിക്കെതിരെ ശക്തമായ വികാരമുണ്ടായി എന്ന് AK ആന്റണി അടിവരയിടുന്നു. ഇതിൽ ക്രിസ്ത്യൻ വിശ്വാസികൾ പോലും ഏറെ ക്ഷുഭിതരാണെന്ന് AK ആന്റണി തന്നെയാണ് പറയുന്നത്. ത്രികോണ മത്സരങ്ങൾ നടന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും പാലക്കാടും ഒരുപക്ഷെ NDAയുടെ ശക്തമായ സാന്നിധ്യത്തിന് പിന്നിൽ ശബരിമല വിഷയം തന്നെയാണ്.
എന്നാൽ NDA ശക്തമല്ലാതിരുന്ന വടക്കൻ മലബാറിലെ UDFിൻ്റെ ഈ മുന്നേറ്റം വ്യക്തമാക്കുന്നത് ശബരിമല വിഷയത്തിൻ്റെ മറ്റൊരു തലമാണ്. ഇത് പിണറായി വിരുദ്ധതയാണ്, സർക്കാർ വിരുദ്ധതയാണ്. ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്ത ഈ ധാർഷ്ട്യ സമീപനത്തെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ വോട്ട് ശതമാനം. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവും. രാഹുലിൻ്റെ വരവിൽ മോദി വിരുദ്ധത നിഴലിക്കുന്നുണ്ട്. BJPയോടും മോദിയോടുമുള്ള അതൃപ്തി രാഹുലിൻ്റെ വരവോടെ ന്യൂനപക്ഷങ്ങൾക്ക് ആവേശമായി. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിനെയാണ് പിന്തുണച്ചത്. അന്ന് അവർക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു, BJPയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ, BJPയെ തടയിടാൻ കേരളത്തിൽ ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം CPM-ഉം LDF-ഉമാണെന്ന്. ആ വിശ്വാസ പ്രമാണങ്ങളെ തച്ചുടയ്ക്കുന്നതായിരുന്നു പിന്നീടുള്ള പിണറായി സർക്കാരിൻ്റെ ഓരോ നീക്കവും. ശബരിമല വിഷയത്തിലും തുടർന്ന് നവോത്ഥാന സങ്കല്പ പ്രവർത്തനങ്ങളിലും പിണറായി വിജയൻ കാട്ടിയ അനാവശ്യ തിടുക്കവും LDF സർക്കാരിൻ്റെ ഓരോ നീക്കവും ജനത്തിന് ഏറെ സംശയമുളവാക്കി. എവിടെയൊക്കെയോ പിഴച്ചു. സർക്കാർ നീക്കങ്ങളിൽ മുതലെടുക്കുന്നത് BJPയും NDAയുമായിരിക്കുമെന്ന് മതന്യൂനപക്ഷങ്ങൾ കണക്കുകൂട്ടി. രാഹുൽ ഗാന്ധിയുടെ തലയെടുപ്പുള്ള കേരളത്തിലേക്കുള്ള വരവിൽ അവർ രാഹുലിന് പിന്നിൽ ഉറച്ചു നിന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. മോദിയെ എതിർക്കാൻ, BJPയോട് നേർക്കുനേർ നിന്ന് പോരാടാൻ ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവിനെ തന്നെ കിട്ടി, രാഹുൽ ഗാന്ധിയെ തന്നെ കിട്ടി എന്നുള്ള ആത്മവിശ്വാസമായിരിക്കാം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആവേശമുണർത്തിയത്. ഇത് അടിവരയിടുന്നതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും മതന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലുമുള്ള വളരെ ആവേശത്തോടെയുള്ള പോളിംഗ് നിലവാരം സൂചിപ്പിക്കുന്നത്. പിണറായി വിരുദ്ധ വികാരം വോട്ടായി മാറിയെന്ന് തന്നെയാണ് NDAയും പറയുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് ഉൾപ്പെടെ വിവിധ മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വൻ മുന്നേറ്റം നടത്തിയത് ഈ വികാരത്തിൽ നിന്ന് തന്നെയെന്ന് അവർ അടിവരയിടുന്നു. അനുമാനങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടായേക്കാം. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് UDFിൻ്റെ വ്യക്തമായ മുന്നേറ്റം തന്നെയാണ്. കേരളത്തിൽ അതിശക്തമായ സാന്നിധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFിൽ നിന്നുണ്ടായത്. ഒപ്പം NDAയുടെ സാന്നിധ്യവും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.